ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാനിന്നിവിടെ പച്ചമഞ്ഞൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പച്ചമഞ്ഞൾ വിരകി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പച്ചമഞ്ഞൾ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് വേണം മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇത് വേവിക്കാതെയും അരച്ചെടുക്കാം. വേവിക്കാതെ അരച്ചെടുക്കുമ്പോൾ നമ്മളെ മിക്സിയുടെ ജാറിന്മേലൊക്കെ ഇതിൻ്റെ കറ ഒട്ടിപ്പിടിച്ച് മിക്സി ആകെ ഇതാവും. അപ്പോൾ ഏതായാലും നമുക്കിത് വേവിക്കണം. അപ്പോൾ അത് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ മിക്സിക്ക് ഇതിന് കംപ്ലൈൻറ്റ് വരില്ല. അതുകൊണ്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. രണ്ടാം പാലാണ് ഈ മഞ്ഞൾ അരച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായി ഇങ്ങനെ കുറുക്കിയെടുക്കണം. അതിന് ശേഷം ഒന്നാം പാൽ ലാസ്റ്റ് ആണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. 1/4 കിലോ മഞ്ഞളിന് 2 തേങ്ങയുടെ പാലാണ് എടുക്കേണ്ടത്. അതിൽ രണ്ടാം പാലിൽ വെച്ചിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കുക. മഞ്ഞളും തേങ്ങാപ്പാലും ശർക്കരയും അരിപ്പൊടിയും ഇത്രയും സാധനങ്ങളും നമ്മൾക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നത്. അതിൽ രണ്ടാം പാൽ വെച്ചിട്ടാണ് നമ്മളിത് കുറുക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഒന്നാം പാലിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കണം. 2 അച്ച് ശർക്കരയാണ് ഞാനിതിൽ ചേർക്കുന്നത്. നമ്മൾക്ക് എത്രപ്പോഴും മഞ്ഞളാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മധുരം ഇതിൽ ചേർക്കേണ്ടതാണ്. ഞാനിവിടെ കുറച്ച് മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര മഞ്ഞൾ എടുക്കണോ അതിനനുസരിച്ചിട്ട് മധുരവും കൂട്ടി കൊടുക്കണം. അതിന് ശേഷം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശർക്കര മെൽറ്റായതിന് ശേഷം ഇതിൽ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാലിൽ അരിപ്പൊടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഇളക്കി കൊടുക്കണം. അത് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ നിർത്താതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അരിപ്പൊടി തേങ്ങാപ്പാലിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് മഞ്ഞളിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കട്ട കൂടാതെ തന്നെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അതിന് ശേഷം നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ സമയം നമുക്ക് മധുരമൊക്കെ ഉണ്ടോയെന്ന് പാകമാണെന്ന് നോക്കാം. ഇല്ലെങ്കിൽ മധുരം വേണമെങ്കിൽ ഈ സമയത്ത് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ചേരുവയാണ്. ഒരുവിധം ഭക്ഷണത്തിലെല്ലാം നമ്മൾ മഞ്ഞൾ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ മഞ്ഞൾ ഇതുപോലെ വിരകി കഴിക്കുന്നത്. മാത്രമല്ല അത്ഭുതകരമായ ഔഷധ ഗുണങ്ങളുള്ള ഒരു വസ്തു കൂടിയാണ് മഞ്ഞൾ. രോഗപ്രതിരോധ ശേഷി ഇതിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന ഘടകം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ജലദോഷം, ചുമ എന്നിവയെ പ്രതിരോധിക്കാൻ ഇത് മികച്ചതാണ്. ശരീരത്തിലെ വീക്കവും വേദനയും കുറയ്ക്കാൻ പച്ചമഞ്ഞൾ സഹായിക്കുന്നു. സന്ധിവേദനയുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമാക്കാനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. പിന്നെ ചർമ്മത്തിലെ തിളക്കം വർദ്ധിപ്പിക്കാൻ, അണുബാധകൾ മാറ്റാനും രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഒക്കെ ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളുടെ മഞ്ഞൾ ഇവിടെ കുറുകി വരുന്നുണ്ട്. നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് ബട്ടറോ അതല്ലെങ്കിൽ ഒരു സ്പൂണ് നെയ്യോ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വേണം നെയ്യിട്ട് കൊടുക്കാനായിട്ട്.
നല്ലപോലെ വിരകി എടുത്തതിന് ശേഷം ഒരു കിണ്ണത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞാൽ നല്ല കട്ടായിട്ട് നമുക്ക് പീസായിട്ട് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഇത് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. നമ്മളിത് തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത കാരണമാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പോൾ ഇതൊന്നുകൂടി നല്ലപോലെ സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പീസാക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് അതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തിമേലെ പൊട്ടിപ്പിടിച്ച രീതിക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ട് കുറച്ചധികം നേരം ഇതാക്കി ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. മഞ്ഞളുടെ കുത്ത അങ്ങനതൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇരിക്കും തോറും ഇത് നല്ല കട്ടിയായിട്ട് കിട്ടും. പിന്നെ നമ്മളിത് കട്ടിക്ക് ഒഴിക്കരുത്, കനം കുറച്ചിട്ട് വേണം കിണ്ണത്തിൽ ഒഴിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നല്ല കനം കുറവിൽ തന്നെ നല്ല പീസാക്കിയിട്ട് കിട്ടും. കട്ടി കൂടിയാലും കുറച്ചധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പീസായിട്ട് കിട്ടും. തിരക്ക് പിടിച്ച് നമ്മൾ കട്ട് ചെയ്ത കാരണമാണ് ഇതിങ്ങനെ ആയത്. അപ്പോൾ നല്ല പീസായിട്ട് കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്തപ്പോൾ നല്ല ഇതിൽ കിട്ടി. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. തേങ്ങാപ്പാലൊക്കെ നല്ല പോലെ ചേർക്കണ കാരണം മഞ്ഞളുടെ കുത്ത അങ്ങനെയുള്ള ഒന്നുമില്ല. അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരയും മഞ്ഞളും ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വിരകിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പരുവത്തിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ പറ്റും. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കിണ്ണത്തിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എള്ള് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എള്ള് ഇടാതെയും എള്ളിട്ടിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.